ഇന്ന് ഞങ്ങൾ പോയത് ചങ്ങനാശ്ശേരിയിലെ തന്നെ കിഡ്സ് വെയർ ഷോപ്പായ കൊക്കോപ്പീലിട്ടാണ്. കുറേ തവണ ഇതിന്റെ ഫ്രണ്ടിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇതൊരു അവസരം കിട്ടിയത്. ഇവിടെ കയറി ഡ്രസ്സ് എടുക്കാനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത്. ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, കുറേ കളക്ഷൻസും ഉണ്ട്. എനിക്ക് ഒരു ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ നോർമലായിട്ടൊന്നല്ല നോക്കുന്നത്, പക്ഷെ ഒരു ഫാൻസി ടൈപ്പ് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ഫാൻസിയാണ് കൂടുതൽ നോക്കാൻ വേണ്ടി പോയത്. പക്ഷെ നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഐറ്റംസും പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ. എനിക്കത് വേണ്ടെന്ന്, വേറെ മതി. പിന്നെ ഇതാ അവൾക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇതിലൊക്കെ ഞാൻ ഏത് എടുക്കണം എന്നുള്ളത്. കാരണം നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അത് വേണ്ടെന്ന് എനിക്ക്. അതാ നോക്കുന്ന പോലും ഇല്ല. ഇങ്ങോട്ട് നോക്കിയേടി, ഇഷ്ടപ്പെട്ടോടി. അതെന്താ ഇപ്പൊ സംഭവിച്ചത്? ഇങ്ങോട്ട് നോക്കിയേടി, ഇങ്ങോട്ട് നോക്കിയേ. കുഞ്ഞിക്കിളി അതാ ചെരുപ്പിന്റെ ഒച്ച. കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി അറിയാവോ? അവള് പെട്ടെന്ന് തന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നീട് അവരുടെ കൂടെയാണ്, അവരാണ് അവളെ കൊണ്ട് നടന്നത്. പിന്നീട് പെൺപിള്ളേരടുത്ത് വലിയ കുഴപ്പമില്ല, ആൺപിള്ളേരുടെ അടുത്ത് അതൊക്കെ മാമനല്ലാതെ വേറെ ആരും വേണ്ട ആണെന്ന് പറയുന്നു. കുഞ്ഞുമണിക്ക് ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ആ സമയത്തെല്ലാം ഈ സ്റ്റാഫാണ് അവളെ കൊണ്ടുനടന്നത്. ഞാനതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അവളെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുനടന്നു. എനിക്ക് നല്ല കംഫർട്ടായിട്ട് എനിക്കിത് സെലക്ട് ചെയ്യാനും പറ്റി. കാരണം അവൾ ബഹളമൊന്നും വെക്കാതെ അവരുടെ കൂടെ ഇരിക്കുകയും ചെയ്തു. എനിക്ക് കുറച്ച് ഡ്രസ്സ് ഇഷ്ടമായി. പക്ഷേ ഞാൻ ലാസ്റ്റ് എടുത്തത് ഈ വൈറ്റാണ്. എനിക്കിത് വളരെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി പോയി. ബില്ലടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനുമാണ് നമ്മുടെ കുഞ്ഞുമണി ഞാൻ പിന്നീട് കാണുന്നത്. അവരുടെ കൂടെ ബില്ലടിക്കാൻ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അവൾ അവരോട് അങ്ങ് സെറ്റായി. കുഞ്ഞുമണിയുടെ ഡ്രസ്സ് ബില്ലടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചപ്പോഴത്തേക്കിനും നിറയെ കളക്ഷൻസ്. ഈ കുട്ടി കുട്ടി ഉടുപ്പുകളുണ്ടല്ലോ, നമുക്ക് വീട്ടിലിടാൻ പറ്റുന്നതും പുറത്തിടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഹെയർ ആക്സസറീസ് കാര്യങ്ങൾ എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ചപ്പൽസ് നോക്കുകയാണെങ്കിൽ അതും അവിടെ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് പറ്റിയ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ ലേഡീസിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ കിഡ്സ് വെയർ ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. അത് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതുമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. എനിക്ക് ആദ്യം വന്നപ്പോഴത്തേക്കും ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഉണ്ട്. അതിപ്പോൾ കാണിച്ചത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമായിരുന്നു. അപ്പോഴത്തേക്കും ഏകദേശം ബില്ലടിച്ച് അമ്മ കഴിഞ്ഞു. പിന്നെയാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ബില്ലടിക്കാൻ വേണ്ടി ഞാൻ പോയത്. ഓൾറെഡി ഞാൻ അത് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ ടാഗ് അവർ പൊട്ടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഞങ്ങളുടെ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ പോവായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാമെന്ന് പറ. ഞങ്ങളവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നീട് പോയി നമ്മുടെ റിലയൻസിലാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമായിരുന്നു. റിലയൻസിൽ പോയി അപ്പം തന്നെ ഒരു ബാസ്ക്കറ്റ് കിട്ടി. അവിടെ തന്നെ അവളെ പിടിച്ചിരുത്തുകയും ചെയ്തു. അതാകുമ്പോഴത്തേനും അവളെ ഇരുത്തി കൊണ്ട് പോകാൻ എളുപ്പമാണല്ലോ. ഇല്ലെങ്കിൽ അവളെ മൊത്തം ഓടി നടന്നിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം വലിച്ച് താഴെ ഇടും. ഇപ്പോൾ ഇതാകുമ്പോഴത്തേനും ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാൻ സുഖമാണല്ലോ. എൻ്റെ കൂടെ ഇരുന്ന് കേട്ടോ, ഒരു ശല്യമില്ല. പിന്നെ ഇടയ്ക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും വല്ല സാധനത്തിലൊക്കെ പിടിച്ച് വലിക്കുമെന്നല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. റിലയൻസിൽ ഇപ്പോൾ ഓഫറാണ് കേട്ടോ.
ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ മന്ത്ലിയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കിനും ഈ കുറേ സാധനങ്ങൾ എടുക്കും. അപ്പം ഈ ഓഫർ ഉള്ളതുകൊണ്ട് നല്ലതാണ്. ക്രിസ്മസ് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഓഫർ ഇട്ടിട്ടുണ്ട്. റിലയൻസിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ റിലയൻസിൽ നിന്നാണ്. നേരത്തെ ഇവിടെ നിന്നായിരുന്നില്ല. ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ വന്ന് കയറിയതിന് ശേഷം പിന്നീട് എപ്പോഴും റിലയൻസിൽ നിന്ന് തന്നെ. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചിരി തൊട്ടടുത്തൊരു കുട്ടി വെപ്പത്തിന് അതിനെ ഹായ് എന്ന് വെച്ച് ചിരിച്ചതാണ്. ഒരു പരിചയം ഇല്ലെങ്കിൽ അവൾ ചിരിച്ച് കാണിക്കും. ചില ആൾക്കാരോട് പെട്ടെന്ന് അടുക്കും, പക്ഷെ ചില ആൾക്കാരോട് അടുക്കത്തേ ഇല്ല. കുറേ നേരമായി ഇങ്ങോട്ട് കയറിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓടി നടന്ന് പിന്നെ പർച്ചേസിങ് ആയിരുന്നു. കാരണം സമയം ഒരുപാടായി, വീട്ടിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കടയിലൂടെ പോകണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ കുറേ ഫാമിലീസ് വരും കുഞ്ഞിനെ കൊണ്ടൊക്കെ. അപ്പോൾ അവരുമായിട്ടും ശരിക്കും പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാനും പറ്റും, പക്ഷേ കിട്ടുന്ന കമ്പനി ആവാനും പറ്റുന്നുണ്ട്. കാരണം ഇതുപോലെ തന്നെയാണല്ലോ അവരുടെ സിറ്റുവേഷൻ. പക്ഷേ ജോലിയാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയമാണ് ഇപ്പം എൻ്റെ കുഞ്ഞിനിക്ക്. കാരണം അവൾ പോയി ആരുടെയും മിണ്ടും, അവർ വഴി അവരുടെ പേരൻസിലൂടെ നമ്മൾ മിണ്ടും, അങ്ങനെ കണക്ട് ചെയ്ത് പോകും. പക്ഷെ അത് രസമുണ്ട്. ഉണ്ടാവും പുള്ളിയൊക്കെ പിടിച്ച് പഠിക്കാൻ നോക്കുക. ഇരുന്നിരുന്ന് മടുത്തപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പിറക്കിയെടുത്ത് വയ്ക്കും. ചിലപ്പോൾ ഞങ്ങൾ ഹോളിൽ കൂടി എടുത്ത് താഴ്ത്തിട്ടിടും. നമ്മൾ പോയി പിറക്കിയെടുത്ത് വിരിച്ച് വയ്ക്കണം. ഇതൊക്കെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ട്രോളി തള്ളി മടുത്തോണ്ട് ഈ അമ്മയോട് പറഞ്ഞു, അമ്മ കുഞ്ഞി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ കൊണ്ടുവരുന്ന മൊത്തം അമ്മയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിനി ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. ബില്ലടിക്കാൻ പോകുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ കലാവിരുത് കാണേണ്ടത്. എല്ലാ സാധനത്തിലും വലിച്ച് അവർക്കത് വേണം എന്നുള്ള വാശിയിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യത്തെ തിരിഞ്ഞിരുന്ന് ആ സൗകര്യത്തിൽ കാലെടുത്ത് വെക്കാൻ നോക്കിയത്, പക്ഷേ അത് ലോക്കാണ്. ഷൂ ഉള്ളതുകൊണ്ട് തിരിച്ച് ബാഗിലോട്ട് വരത്തില്ല, അത് ലോക്കായി പോയി. അല്ലെങ്കിൽ അത് തിരിഞ്ഞിരുന്ന് അവൾ സാധനങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനെ വലിക്കാൻ പറ്റിയത്. എന്നിട്ട് അവൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ സാധനങ്ങൾ വലിച്ചെടുക്കാനായിട്ട്. അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ ബെല്ലൊക്കെ അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട്, കുറച്ച് സ്റ്റാർ ലൈറ്റ് അങ്ങനെയൊക്കെ മേടിക്കാനായിട്ട് വേറൊരു കടയിൽ കേട്ടോ. അവിടെ ഇല്ലായിരുന്നു, വേറൊരു കടയിലാണ് പോയത് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നു. കാരണം അപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഷോപ്പിംഗ് കംപ്ലീറ്റ് നിർത്തിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു.